പനി, വിട്ടുമാറാത്ത പനി. അപ്പം ആൾക്ക് ഈ ഒരൊറ്റ മരുന്ന് കൊടുത്തപ്പോ പനിയങ്ങ് മാറി. രണ്ടാമതല്ലേ നമുക്ക് നോക്കാം. എന്നിട്ട് ആൾക്ക് HLA-B27 പോസിറ്റീവ് ആണ്. ഇൻഡസെപ്റ്റ് പോലെയുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊക്കെ സുഖം ഉണ്ടായിരുന്നു, പനിയൊക്കെ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു വർഷം ആയപ്പോഴത്തേക്കും ആൾക്ക് ഇതിലൊരു കൺട്രോളും ഇല്ലാതായി, പെയിൻ കില്ലറത്തെ വേദന പോവാതായി. അങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. നമ്മുടെ അടുത്ത് വരുമ്പോൾ ആൾക്ക് പതുക്കെ നമ്മൾ മെഡിസിൻ ഒക്കെ കൊടുത്ത് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. പനിയൊക്കെ വരുന്ന പറഞ്ഞു. അങ്ങനെ ഒരു മാസത്തെ മെഡിസിൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആളെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് തുടങ്ങി. 4 ദിവസം ഒക്കെ ആയപ്പോഴത്തേക്കും വേദനയൊക്കെ കുറഞ്ഞു വന്നു. 5-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ആൾക്ക് എവിടെന്ന് അറിയില്ല, പെട്ടെന്ന് ഭയങ്കരമായിട്ട് പനി കൂടി. പനി വന്നു, ഇല്ലാത്ത പനി പെട്ടെന്ന് വന്നു, അതിശക്തമായിട്ടുള്ള പനി വന്നു. വൈകിട്ടായപ്പോഴത്തേക്ക് ആൾക്ക് പനിയും ഛർദ്ദിക്കാൻ വരലും തലകറക്കമൊക്കെ ആയി. അപ്പം യൂഷ്വലി നമ്മൾ സ്റ്റാർട്ടിങ് കൊടുത്ത് പനി കുറഞ്ഞാണല്ലോ. അപ്പം പെട്ടെന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ മെഡിസിൻ കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്ക് വിത്തിൻ ഹാഫ് ആൻ അവർ, ഞാനത് ഒരു എന്താ അതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പർവ്വതീകരിച്ച് പറയുന്നതല്ല, സത്യസന്ധമായിട്ട് പറയുന്നതാണ്. അരമണിക്കൂറിൽ ഈ ഒരു മരുന്ന് കഴിച്ചപ്പോൾ അരമണിക്കൂറിൽ ആളുടെ പനി വിട്ടു. വെരി നെക്സ്റ്റ് ഡേ തൊട്ട് ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള മെഡിസിൻസ് ആയുർവേദത്തിലുണ്ട്. ഇത് എവിടെയാണ് ഏത് മെഡിസിൻ കൊടുക്കേണ്ടത് എങ്ങനെയെന്നുള്ള കറക്റ്റ് രീതിക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള റിസൾട്ട് കിട്ടാറുണ്ട്. അപ്പം ഈ മെഡിസിൻ ഏതാണെന്ന് അറിയുന്നവർ താഴെ കമന്റ് ചെയ്യുക. ഇത് ടാബ്ലറ്റ് ഫോമിലാണുള്ളത്. ആക്ച്വലി ഇതൊരു പൗഡർ ഫോമിൽ വരുന്ന മെഡിസിൻ ആണ്. അപ്പം അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു. പിന്നെ നിങ്ങളെ HLA-B27 പോസിറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ അവരെയും മെൻഷൻ ചെയ്യാൻ മക്കളെ.